ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. പാഠം 4മായി ബന്ധപ്പെട്ട് അവസാനം ഞാനൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ദിസും ദാറ്റും ദീസും ദോസും ഉപയോഗിച്ചിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളായിരുന്നു. അത് കറക്റ്റായ രീതിയിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇവിടെ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ, പോയിന്റിങ് എ പേഴ്സൺ നിയർ യു, നിങ്ങളുടെ അടുത്ത് ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, അടുത്ത് ഒന്നാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദിസ് എന്നാണ്, അല്ലേ? അപ്പോൾ ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഇതെൻ്റെ നല്ല സുഹൃത്താണ് എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. രണ്ടാമത് നോക്കുകയാണെങ്കിൽ, ഹോൾഡിംഗ് കീസ് ഇൻ യുവർ ഹാൻഡ്. ഇവിടെ കീസ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ദൂരെയല്ല, അടുത്താണ്. അപ്പോൾ അടുത്ത് ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് അല്ല ദീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ദീസ് ആർ മൈ കീസ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ, പോയിന്റിങ് ടു എ കാർ ഫാർ അവേ, അല്ലേ? ഒരു കാറിന് നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ഒരുപാട് ദൂരത്താണ്. അവിടെ ഒരു കാറിനെയാണ് എ കാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം ദൂരെ ഒന്നാണെങ്കിൽ നമ്മൾ ദാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ പറയും? ദാറ്റ് കാർ ബിലോങ്സ് ടു മൈ അങ്കിൾ, അല്ലേ? ആ കാറ് എൻ്റെ അങ്കിളിൻ്റെതാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം, ലുക്കിംഗ് അറ്റ് സം ഡോഗ്സ് ഫാർ അവേ. ദൂരെയായി കുറച്ച് പട്ടികൾ കുരയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നമുക്ക് ദൂരെ അതുപോലെ തന്നെ കുറച്ച് പട്ടികൾ, ഒന്നിൽ കൂടുതൽ പട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ദോസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയും? ദോസ് ഡോഗ്സ് ആർ ബാർക്കിംഗ് ലൗഡ്ലി, അല്ലേ? ആ പട്ടികളെല്ലാം തന്നെ ഉച്ചത്തിൽ കുരച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നോക്കാം അവസാനത്തേത്, ഹോൾഡിംഗ് എ ഡ്രസ് ഇൻ യുവർ ഹാൻഡ്, അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രസ്സ് നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഡ്രസ്സസ് എന്ന് പറഞ്ഞാലാണ് ഒന്നിൽ കൂടുതൽ. അപ്പൊ നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം അടുത്ത് ഒന്നാണെങ്കിൽ നമ്മൾ അവിടെ ദിസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പറയും, ദിസ് ഡ്രസ് ലുക്സ് പ്രെറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ടാസ്ക് വെർബുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ V1, V2 ആൻഡ് V3 ഫോംസ് ഓഫ് ദ വെർബ് ഗോ, അല്ലേ? ഗോയുടെ 3 രൂപം നമുക്ക് പറയുകയാണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ എന്നുള്ളതാണ്. ഇനി ഐഡന്റിഫൈ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം ഓഫ് റൈറ്റ്. റൈറ്റ് എന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപം നമുക്കറിയാം റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നുള്ളതാണ് മൂന്നാമത്തെ രൂപം. Fill in the blank with the correct V2 form. ഇവിടെ സെന്റൻസ് നോക്കാം, yesterday she dash a day off, അല്ലേ? അവിടെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ V2 took എന്നാണ്, എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ yesterday she took a day off, അല്ലേ? ഇന്നലെ അവൾ അവധി എടുത്തു എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി അവസാനമായി നോക്കുകയാണെങ്കിൽ, which of the following verbs has the same V1, V2 and V3 form? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 വെർബുകൾ കട്ട് എന്നുണ്ട്, സിംഗ് എന്നുണ്ട്, ബൈ എന്നുണ്ട്. അപ്പൊ ഈ 3 വെർബുകളിൽ ഏതോ ഒരു വെർബിന് അതിന്റെ 3 രൂപങ്ങളും V1, V2, V3 വ്യത്യാസമില്ല എന്നുള്ളതാണ്. നമ്മൾ സിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിംഗ്, സാങ്, സംഗ് എന്നുള്ളതാണ്. സിംഗ് എന്ന വെർബിന്റെ 2 രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. സാങ്ങും സംഗ് എന്നാണ് നമ്മൾ V2, V3 പറയുന്നത്. നമ്മൾ ബൈ നോക്കുകയാണെങ്കിൽ അതിന്റെ V2 എന്ന് പറഞ്ഞാൽ ബോട്ടാണ്, V3 എന്ന് പറഞ്ഞാലും ബോട്ടാണ്. ആ വെർബിനും ഒരേപോലെയല്ല, വ്യത്യാസമുണ്ട്. ഇവിടെ കട്ട് എന്ന വെർബ് നോക്കുകയാണെങ്കിൽ കട്ട്, കട്ട്, കട്ട് തന്നെയാണ്, അല്ലെ? 3 ഫോമും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കട്ടാണ്. അപ്പോൾ ഈ 2 ടാസ്കും എല്ലാവർക്കും ശരിയായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാഠം 5 പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ഡേ 5 നമ്മൾ പഠിക്കാൻ പോകുന്നത് വവൽസ് ആൻഡ് കൺസണൻസ്. വവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളും കൺസണൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ വവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, E, I, O, U ഈ 5 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററിന്റെ മലയാളം, അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇംഗ്ലീഷിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എ എന്നും ആ എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇ എന്ന് പറയാറുണ്ട്. ഐ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ മലയാളത്തിലും ഐ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളത്തിൽ നമ്മൾ ഒ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. വ്യത്യാസമുള്ള യു എന്ന് പറയുന്ന ലെറ്ററാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മളൊരു വാക്ക് പറയുകയാണ്, യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്കൂടെ കാണാം, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി യുയിലാണ്, അല്ലേ? അപ്പൊ യുയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന് വവൽസ് കിട്ടില്ല. കാരണം അത് പ്രൊനൗൺസ് ചെയ്യുന്നത് യുയിലായതുകൊണ്ടാണ്. ആ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ ഉ എന്ന സൗണ്ടാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അവിടെ ആർട്ടിക്കിൾ നമുക്ക് ആൻ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഏതൊരു വാക്ക് നിങ്ങൾ സംസാരിച്ചാലും അതിൽ വവൽസിന്റെ സൗണ്ട് നമുക്ക് തുടക്കം കിട്ടുന്നുവെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്നാണ് റൂൾ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുമ്പോൾ അത് മലയാളത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ അവിടെ എയോ, ആയോ, ഇയോ, ഐയോ, ഓയോ, ഊവോ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് എ ആണെങ്കിലും അവിടെ നമുക്ക് കിട്ടുന്ന മലയാളം ശബ്ദം എന്ന് പറഞ്ഞാൽ ആയാണ്, അല്ലേ? അതുകൊണ്ട് നമുക്കിവിടെ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. നമ്മൾ പറയുന്നത് ആൻ ആപ്പിൾ എന്നുള്ളതാണ്.
ഇപ്പൊ ഇംഗ്ലീഷിലെ ഇ എന്ന ലെറ്റർ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ആ സൗണ്ട് നമുക്ക് ഇ എന്ന് തന്നെയാണ് വരുന്നത് ഒരു വാക്ക് പറയുമ്പോൾ, ഇല്ലേ? ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് തരുന്ന ആ സൗണ്ട് ശബ്ദം എന്ന് പറഞ്ഞാൽ ഇ തന്നെയാണ്, അല്ലേ? അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താണ് ആൻ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഐ നോക്കിയാലും മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്കൊരു വാക്കിന്റെ എന്താണ് ഫ്രണ്ടിൽ കിട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. അവിടെയും നമ്മൾ ആർട്ടിക്കിൾ എന്താണ് ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ ഐസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഓ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലും എന്താണ് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്കൊരു വാക്കിൽ കിട്ടുന്ന സൗണ്ട് തുടക്കം കിട്ടുന്നത് സെയിം തന്നെയാണ്. അപ്പൊ വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് എന്നും ഓപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ ഓയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല, നമുക്ക് ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ വ്യത്യാസം വരുന്നത് യു ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞ് നമ്മളൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ യു ആണ്, യൂണിവേഴ്സിറ്റി, അല്ലേ? അപ്പൊ യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു അക്ഷരങ്ങളിലും വരുന്നില്ല. അവിടെ യുവിന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഊ ആണ്. അപ്പൊ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൻ യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയാൻ സാധിക്കാത്തത് കൊണ്ട് യു എന്ന സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് അവിടെ നമുക്ക് ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. പല കൂട്ടുകാർക്കുമുള്ള സംശയമാണ്, ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്ന വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് വവൽസ് അക്ഷരമായ യുവിലല്ലേ? അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കാതെ അതിന് പകരം ആർട്ടിക്കിൾ എ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റി എന്നുള്ള ആ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളുടെ സംശയം മാറിക്കാണും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ വവൽസ് മനസ്സിലാക്കുമ്പോൾ അവിടെ യു എന്ന ശബ്ദത്തിൽ ഒരു വാക്ക് ആരംഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വവൽസ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യില്ല. അവിടെ നമ്മൾ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഊ എന്നുള്ള സൗണ്ടിലാണ് നമ്മളൊരു വാക്ക് ആരംഭിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ആൻ എന്നുള്ള ആർട്ടിക്കിൾ വരണമെങ്കിൽ അവിടെ നമുക്ക് മലയാളത്തിൽ കിട്ടുന്ന സൗണ്ട് ഏതൊക്കെയായിരിക്കണം? എ, ആ, ഇ, ഐ, ഓ, ഉ. ഇത്തരത്തിലുള്ള എന്താണ് സൗണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ കിട്ടുന്നുവെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിവിടെ എ ആൻഡ് ആൻ അത് ഉപയോഗിക്കുന്നത് ഒരു വാക്കിന്റെ സൗണ്ട് കേട്ടിട്ടാണ്, അല്ലാതെ അതിന്റെ സ്പെല്ലിംഗ് കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ യൂറോപ്യൻ കൺട്രി. അപ്പൊ യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ വവൽസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇ എന്നുള്ള എന്താണ് ലെറ്ററിലാണ് ഇവിടെ യൂറോപ്യൻ എന്നുള്ളത് ആരംഭിച്ചിട്ടുള്ളത്, അല്ലെ? യൂറോപ്യൻ കൺട്രി. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ വവൽസിന്റെ ഏതെങ്കിലും ഒരു ലെറ്റർ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ആൻ ആണ് ചേർക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എ ആണ് കണ്ടത്. ഇപ്പൊ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അവിടെ എ വന്നെന്ന് ചോദിച്ചാൽ, അവിടെ എന്താണ് ഇയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ വാക്ക് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സൗണ്ട്, ആ ശബ്ദം എന്ന് പറഞ്ഞാൽ അവിടെ യൂറോപ്യൻ, യുയിലാണ് തുടങ്ങുന്നത്. അപ്പൊ യു ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഇവിടെ യു എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്, അവിടെ സൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻ ഉപയോഗിച്ച് എന്താണ് ആ വാക്ക് പറയില്ല. ആൻ യൂറോപ്യൻ എന്ന് പറയില്ല, എ യൂറോപ്യൻ എന്നാണ് പറയുന്നത്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആൻ ഹോണസ്റ്റ് മാൻ എന്നുള്ളതാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നമുക്ക് വാക്ക് തുടങ്ങുന്നത് എച്ച് എന്ന ലെറ്ററിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എച്ച് എന്ന ലെറ്ററിലാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന സൗണ്ട്, ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടുള്ള സൗണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്കിൽ ഹോണസ്റ്റ് എന്ന വാക്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്, സൗണ്ട്സ് ലൈക്ക് ഓണസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്ക് പകരം ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചത്. ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സൗണ്ട്, ആ സൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ എന്താണ് എയും ആനും ഉപയോഗിക്കേണ്ടതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ എന്നും എലിഫന്റ് എന്നും ഐസ് എന്നും ഓറഞ്ച് എന്നും അംബ്രല്ല എന്നും കാണാം. ഇവിടെ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, ആയാണ്, അല്ലെ? ആപ്പിൾ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താണ് ആർട്ടിക്കിൾ ആൻ അതിന്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെങ്ങനെ പറയും? ആൻ ആപ്പിൾ എന്ന് പറയും. ഈ എലഫന്റ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്ക് എലഫന്റ് എ ആണ്, അല്ലെ? ഇവിടെ എ ഉണ്ട്. ആ വാക്ക് ആരംഭിക്കുന്നത് എ എന്ന ശബ്ദത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താണ് ആൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആൻ എലഫന്റ് എന്ന് പറയാം. അതുപോലെ നോക്കുകയാണെങ്കിൽ ഐസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഐ എന്നുള്ള എന്താണ് ശബ്ദം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് ആൻ ഉപയോഗിക്കാം, ആൻ ഐസ് എന്ന് പറയാം. ഇനി ഓറഞ്ച് നോക്കുകയാണെങ്കിൽ ഓ എന്നുള്ള സൗണ്ടാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെയും ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കാം, ആൻ ഓറഞ്ച് എന്ന് പറയാം. ഇനി അംബ്രല്ല നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ എന്നുള്ള ശബ്ദത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്താണ് ആൻ അംബ്രല്ല എന്ന് പറയുവാൻ സാധിക്കും. അത്തരത്തിൽ ഈ വവൽ സൗണ്ട് നമുക്ക് കിട്ടുന്നുവെങ്കിൽ അവിടെയെല്ലാം നമ്മൾ എന്താണ് ആൻ ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൻ ആപ്പിൾ എന്നും ആൻ എലഫന്റ് എന്നും
ആൻ അവർ എന്നും പറയാം അല്ലേ. ഇവിടെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അവിടെ എച്ച് സൈലന്റ് ആണ്. നമ്മൾ അവർ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ആ എന്ന സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ ആൻ ചേർക്കാൻ പറ്റും അതിന്റെ ഫ്രണ്ടിലായി. അതുകൊണ്ട് ഇവിടെ ആൻ അവർ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ വവൽസുമായി ബന്ധപ്പെട്ട് എയും ആനും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് കോൺസണൻസ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പൊ ഈ സ്വരാക്ഷരങ്ങളല്ലാതെ എ ഇ ഐ ഒ അല്ലാതെയുള്ള ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോ ലെറ്ററിനും ഓരോ ശബ്ദമുണ്ട്. അത്തരത്തിൽ വാക്കുകൾ പറയുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ എന്താണ് ആന് പകരം എ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഇവിടെ വവൽസിന്റെ സൗണ്ട് അല്ല കോൺസണൻസിന്റെ സൗണ്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. വവൽസിന്റെ സൗണ്ട് ആയിരുന്നെങ്കിൽ അവിടെ നമ്മൾ ആനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായാണ്. അവിടെ നമുക്ക് കിട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽസിന്റെ ഒരു ശബ്ദവും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താണ് ആർട്ടിക്കിൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെ പറയും? എ ബോൾ, അതുപോലെ തന്നെ എ ക്യാറ്റ്, എ യൂണിവേഴ്സിറ്റി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വവൽ സൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അവിടെ നമ്മൾ ആൻ ഉപയോഗിക്കില്ല, എ ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വവൽസ് ആണോ കോൺസണൻസ് ആണോ ഒരു വാക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഉപയോഗിച്ച് സംസാരിക്കുകയും എഴുതുകയും ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഡേ ഏഞ്ചൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ടാസ്ക് ആണ് ഇനിയുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ ഒന്നും നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഡേ 6 നിങ്ങൾക്ക് അതിന്റെ ആൻസർ കാണാൻ സാധിക്കും. ആ ആൻസറുമായി ഒത്തുനോക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ പാഠത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.